നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, നമ്മുടെ സൽമാൻ ഖാന്റേതായി അടുത്തതായി റിലീസ് ചെയ്യേണ്ട ഒരു ചിത്രമായിരുന്നു ബാറ്റിൽ ഓഫ് ഗാൽവാൻ. ഈ ഏപ്രിലായിരുന്നു റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. 2020 ലഡാക്ക് റീജിയണിൽ ഇന്ത്യൻ ആൻഡ് ചൈനീസ് ഫോഴ്സസ് തമ്മിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ചിത്രമില്ല. എന്ന് വെച്ചാൽ അവർ ആ ഷൂട്ട് ചെയ്ത ചിത്രം കൊണ്ട് കളഞ്ഞു എന്നല്ല, ഇന്ന് ആ സിനിമയുടെ പേര് മാതൃഭൂമി എന്നാണ്. എന്ന് വെച്ചാൽ ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്ന പേര് ഡയറക്റ്റ്ലി ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം അവർക്ക് കിട്ടി. എന്നിട്ട് പുതിയ പേരിൽ പടം ഈ ഏപ്രിലിൽ റിലീസ് ആവുമോ? അതുമില്ല. കാരണം അവർക്ക് വീണ്ടും നിർദ്ദേശങ്ങൾ കിട്ടി. ഇത്തവണ കിട്ടിയിരിക്കുന്നത് പടത്തിൽ ഗാൽവാൻ, ചൈന തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നതാണ്. അങ്ങനെ സിനിമയ്ക്കകത്തുള്ള ആ പ്രയോഗങ്ങൾ മുഴുവനും ഒഴിവാക്കിയതായുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. ഇനി പടം റിലീസ് ആവുമോ? അപ്പോഴും ഇല്ല. കാരണം പടത്തിന്റെ മൊത്തം സ്റ്റോറി ആംഗിൾ തന്നെ മാറ്റണമെന്നാണ് പുതിയതായി കിട്ടിയ നിർദ്ദേശം. അങ്ങനെ സിനിമ ഇപ്പൊ ആ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്ന് മാറി പല ഭാഗങ്ങളും വീണ്ടും റീഷൂട്ട് ചെയ്ത് ഇത് ആ യഥാർത്ഥ ബാറ്റിൽ ഓഫ് ഗാൽവാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഹ്യൂമൻ റിലേഷൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമയാക്കി മാറ്റാനാണ് പ്ലാൻ. അപ്പൊ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, അല്ല എന്തിനായിരുന്നു ഇതൊക്കെ? ആദ്യം സിനിമയുടെ പേര് മാറ്റുന്നു, പിന്നെ ചൈനയെക്കുറിച്ചുള്ള മെൻഷൻ മാറ്റുന്നു, പിന്നെ സിനിമയുടെ സ്റ്റോറി ലൈൻ തന്നെ മൊത്തം മാറ്റാൻ പറയുന്നു. അപ്പൊ എവിടുന്നാണ് ഈ റെസിസ്റ്റൻസ് വരുന്നത്? ഈ സിനിമ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും മോശമായി ചിത്രീകരിക്കില്ല. അപ്പൊ നമ്മൾ ഇതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സിനിമ ചൈനയെ മോശമായി ചിത്രീകരിക്കും. അത് നമ്മളും ചൈനയും തമ്മിലുള്ള ആ ഒരു ജിയോ പൊളിറ്റിക്സ് ബന്ധത്തെ ബാധിക്കും. ഇതാണ് ഇപ്പൊ ഈ സിനിമയായിട്ട് വട്ടം കറക്കാനുള്ള കാരണം. അപ്പൊ ജിയോ പൊളിറ്റിക്സ് പരിപാടികളിലൊക്കെ നല്ല ധാരണയുള്ള ആരെങ്കിലും ഒന്ന് പറയുക, ഈ ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു സിനിമയെ മറ്റൊരു രാജ്യത്തിന്റെ വാക്ക് കേട്ട് ഇത്രയും മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ അവരെ അത്ര ഭയക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ NOCക്കായി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? കമന്റ് ഡൗൺ യുവർ തോട്ട്സ്.